മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCPയുടെ നേതാവുമായിട്ടുള്ള അജിത് പവാറിന്റെ വിയോഗ വാർത്ത കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഈ വിമാനാപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അതെന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? പുതിയ വീഡിയോയും വന്നിട്ടുണ്ട് വിമാനത്തിന്റെ. അതായത് ബാരാമതിയില് ഈ എയർ സ്ട്രിപ്പിന്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്ന് ഇത് താഴേക്ക് പതിക്കുന്ന ഇടത്തോട്ടൊന്ന് ചെരിയുന്നു. പിന്നെ മൊത്തം നിയന്ത്രണം വിട്ട് കൺട്രോൾ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ താഴെ വീഴുന്നതിന് മുമ്പ് ഇതൊരു തീഗോളമാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്ഫോടനം നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഇടിച്ചിട്ടൊന്നുമല്ല ഇതിലെ സ്ഫോടനം വരുന്നത്. അതാണ് ശ്രദ്ധേയം. അഹമ്മദാബാദിലെ ആ രൂപാണി കൊല്ലപ്പെട്ട വിമാനാപകടത്തില് മുൻ മുഖ്യമന്ത്രി ഗുജറാത്ത് വിജയ് രൂപാണി കൊല്ലപ്പെട്ട ആ അപകടത്തില് അതിനു മുമ്പ് അതൊരു മതിലിടിച്ചിട്ട് സ്ഫോടനം നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതില് സ്ഫോടനത്തിന് വേണ്ടി എവിടെയെങ്കിലും ഇടിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് സാങ്കേതികമായ എന്തോ ഉണ്ട്. മമതാ ബാനർജി ഇത് തീർത്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അജിത് പവാറിനെ ആരോ തീർത്ത് കളഞ്ഞതാണ്. അപ്പോ ശരത് പവാർ പറഞ്ഞിട്ടുണ്ട് അത് അസംബന്ധമാണ്, ഇതൊരു അപകടം മാത്രമാണ്, ഇതിൽ അട്ടിമറിയൊന്നുമില്ല എന്ന് ശരത് പവാർ തന്നെ രംഗത്ത് വന്നിട്ട് അത് അങ്ങനെ പറയേണ്ടി വന്നു അദ്ദേഹത്തിന്. ഞാൻ നിസ്സഹായനാണ്, കരയാൻ പോലും പറ്റില്ല, കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുർബലനാണ് എന്ന ആളുകൾ കരുതും. ഇതിനെപ്പറ്റി അത്തരം ചർച്ചകളൊന്നും വേണ്ട, ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല, ഇതൊരു അപകടമാണ്, അട്ടിമറിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് എന്ന് നമുക്ക് നോക്കാം. പല വിദഗ്ധരും ഇതേപ്പറ്റി പറഞ്ഞിട്ടുള്ളതും ഈ വിമാനത്തിന്റെ പ്രത്യേകതകളും ലിയർ ജെറ്റ് 45 എന്ന് പറഞ്ഞ് 8-9 സീറ്റ് ഉള്ള വിമാനമാണിത്, ലിയർ ജെറ്റ്. അതിനെങ്ങനെയാണ് അപകടങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നും ഒക്കെ നോക്കാം. ഇത് 8:18 രാവിലെ ആണ് ബാരാമതിയിൽ എത്തി കാണുന്നത് എന്ന് പറഞ്ഞാൽ എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇതൊരു ടേബിൾ ടോപ്പ് എയർ സ്ട്രിപ്പ് ആണ് ഉള്ളത്. ടേബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ 2000 അടി മുകളിലാണ് ഈ എയർ സ്ട്രിപ്പ് പണിതിരിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഈ കുഴി പോലെ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ താഴേക്ക് നിബന്ധിക്കുന്ന തരത്തിലാണ്. അതാണ് ടേബിൾ ടോപ്പ്. കോഴിക്കോട്ട് എയർപോർട്ട് സമാനമാണ്. അതെ, അത് അവിടെ ഒരു വിമാനം ഇതുപോലെ തന്നെ കണ്ടതല്ലേ ടേബിൾ ടോപ്പിൽ നിന്ന് താഴേക്ക് പോകുന്നത്. അപ്പോ 8:44 ഇതൊരു തീഗോളമായിട്ട് മാറുന്നത് എന്ന് പറയുമ്പോൾ 26 മിനിറ്റ് ആണ്. ദുരൂഹമായ 26 മിനിറ്റുകൾ എന്നാണ് ഇപ്പോൾ അതിനെപ്പറ്റി പറയുന്നത്. ആ 26 മിനിറ്റിൽ എന്തുണ്ടായി എന്നുള്ളത് കുറെയൊക്കെ നമ്മൾ ഇന്നലെ അതിന്റെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബാരാമതി എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ഇത് ബന്ധപ്പെടുന്നത് 8:18 ആ സമയത്താണ് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഇറങ്ങാൻ ശ്രമിച്ച് തുടങ്ങുന്നതുമൊക്കെ അപ്പോഴാണ്. അപ്പോൾ അതുമായി എയർ ട്രാഫിക് കൺട്രോൾ ATCയുമായി ബന്ധപ്പെട്ട ശേഷം 30 നോട്ടിക്കൽ മൈൽ ദൂരെ ആണ് ഇതുണ്ടായിരുന്നത്. അപ്പോൾ പൈലറ്റിന്റെ വിവേചന പ്രകാരം താഴെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് അനുവാദം കൊടുത്തു. ആവശ്യപ്പെട്ട അനുസരിച്ചല്ലേ, യൂസ് യുവർ ഡിസ്ക്രിഷൻ, നിങ്ങൾ ഉപയോഗിച്ചിട്ട് താഴുക. അപ്പൊ കാറ്റിന്റെ ഗതി എന്താണ്, കാഴ്ചയുടെ അവസ്ഥ എന്താണെന്ന് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ഇങ്ങോട്ടും ചോദിച്ച് സംസാരം നടക്കുന്നുണ്ട്. കാഴ്ച 3000 മീറ്റർ എന്ന് പറയുന്നുണ്ട്, കാറ്റ് ശാന്തമാണ് എന്നും പറയുന്നുണ്ട്, കാറ്റിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൈലറ്റ് പറയുന്നുണ്ട് റൺവേ ഞങ്ങൾക്ക് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാഴ്ചയുടെ പ്രശ്നം ഉണ്ട്. കാഴ്ചയുടെ പ്രശ്നമാണ് ഈ വിമാന കമ്പനിയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇറങ്ങിയില്ല. ഈ വിമാന കമ്പനി VSR അവരും പറഞ്ഞിരുന്നത് കാഴ്ചയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോ പിന്നെ അത് ശരിയാകുന്നത് വരെ ഗോ അറൗണ്ട് എന്ന് പറയുന്നത് ചുറ്റുക, ഒന്നുകൂടി ചുറ്റുക. അങ്ങനെ ഇത് ചുറ്റി. അപ്പോൾ ഫ്ലൈറ്റ് റഡാർ 24 ഈ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യുമല്ലോ നമ്മൾ, പല ഫ്ലൈറ്റുകൾ. ഫ്ലൈറ്റ്
റഡാർ 24-ൽ ഇത് പിന്നെയും ചുറ്റുന്നതായിട്ട് അത് ഫ്ലൈറ്റ് റഡാർ 24-ൽ കാണാം. ആ മുഹൂർത്തമൊക്കെ കാണാം. ഒരു ലൂപ്പ് ഇത് എടുത്തിട്ട് വിമാനം വീണ്ടും ഈ വിമാനത്താവളം ലാക്കാക്കി വരികയാണ്. അത് കഴിഞ്ഞ് പൈലറ്റ് പറയുകയാണ് ഫൈനൽ അപ്രോച്ച് ടു റൺവേ 11 എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അവസാനം ഇത് ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ഓപ്പറേറ്റർ ചോദിക്കുകയാണ്, നിങ്ങൾക്കിപ്പോൾ റൺവേ കാണാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, കാണുമ്പോൾ പറയാം എന്ന് പൈലറ്റ് പറയുന്നുണ്ട്. കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ, സെക്കൻഡ് കഴിഞ്ഞപ്പോൾ റൺവേ കാണാം എന്ന് പറയുന്നുണ്ട്. 8:43 എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ഇറങ്ങാൻ അനുവാദം കൊടുത്തു. ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു പ്രതികരണവും ഇല്ല വിമാനത്തിൽ നിന്ന്. പ്രതികരണം ഇല്ലാതെ പിന്നെ എയർ ട്രാഫിക് കൺട്രോളിൽ കാണുന്നത് ഇതൊരു തീഗോളമായിരിക്കുന്നത് ആണ്. അപ്പോൾ കത്തിക്കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ സാറേ ഇവിടെ ഇടിക്കുകയൊന്നും ചെയ്യുന്നില്ലോ, ഹിറ്റ് ചെയ്യാതെയല്ലേ കത്തലിടാതെ. അതെ. അപ്പോൾ അതിൻ്റെ ത്രഷോൾഡ് ഉണ്ടല്ലോ, ടേബിൾ ടോപ്പ് സ്ട്രിപ്പിൻ്റെ റൺവേയുടെ അതിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്. 8:44. അപ്പോൾ ഇത് 9 സീറ്റുള്ള വിമാനമാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം ഇനി. അപ്പോൾ കാനഡയുടെ ബൊംബാർഡിയർ എയറോസ്പേസ് പണിതിട്ടുള്ള വിമാനമാണ്. 640 വിമാനങ്ങൾ 1993 മുതൽ 2012 വരെ പണിതിട്ടുണ്ട്. 640 ലിയർജെറ്റ് 45 ആണുള്ളത്. ഈ VSR കമ്പനി ഡൽഹി ബേസ്ഡ് കമ്പനിയാണ് ഇങ്ങനെ ഈ പാട്ടത്തിനെടുക്കുന്നത്. അതെ, അവര് ഇത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കൊടുക്കുന്നത്. അങ്ങനെ അജിത് പവാറിന്റെ ഈ ആവശ്യത്തിന് ബാരാമതി പോവാൻ ചാർട്ടർ ചെയ്തെടുത്ത വിമാനമാണ്. മുംബൈയിൽ നിന്ന് 8:10 ഉയർന്നു പൊങ്ങിയതാണ്. 7 മണിക്ക് ഉയർന്നു പോകേണ്ടതായിരുന്നു. അതെന്തുകൊണ്ട് 8:10 എന്നുള്ളത് ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ ചോദിച്ചിരുന്നു. 1 മണിക്കൂർ ഇത് വൈകി. അപ്പൊ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ സ്നാഗ് അപ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പ്രശ്നം. അപ്പോൾ VSR കമ്പനിക്ക് 18 എണ്ണാണ് ലിയർ ജെറ്റ് 45. അപ്പോൾ റൺവേയിൽ നിന്നൊരു 100 മീറ്റർ അകലെ വച്ചിട്ടാണ് ഇത് മുഴുവൻ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപ്പറ്റി ശരത് പവാർ ഈ മമത പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിലത് നമ്മുടെ കയ്യിലല്ല. കരയുന്നത് ലജ്ജാകരമാണ്. ഞാൻ നിസ്സഹായനാണ്. ഇത് അട്ടിമറിയല്ല, അപകടമാണ്. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം വേണ്ട. മമത ആവശ്യപ്പെട്ടിരിക്കുന്നത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആണ്. കേന്ദ്ര ഏജൻസികൾ മുഴുവൻ തട്ടിപ്പാന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിൻ്റെ തലയ്ക്ക് വെക്കാനുള്ള ശ്രമമാണ് ആ അമ്മ നടത്തിയത്. അപ്പോൾ അത് തള്ളി ശരത് പവാർ. ഇനി നമ്മൾ മറ്റേ പ്രശ്നങ്ങളിലേക്ക് വരികയാണ്. ടേബിൾ ടോപ്പ് റൺവേയുടെ ഈ ഷോർട്ട് ഫൈനൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ വിമാനത്തിൻ്റെ ലാൻഡിങ് സമയത്ത് ഷോർട്ട് ഫൈനൽ ഫേസ്, ആ ചെറിയ സമയമുണ്ടല്ലോ, നിർണായകമാണ്. അത് ഒരു അൺസ്റ്റേബിൾ, അസ്ഥിരമായ അവസാന ശ്രമമാണ് ഈ ലാൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഒരറ്റത്ത് വെച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അത് ഈ 2 അറ്റവും കുഴിയുടെ മുകളിലാണ് കിടക്കുന്നത്, ടേബിൾ ടോപ്പ് ആയതുകൊണ്ട്. അതുകൊണ്ട് ലാൻഡിങ് വലിയ വെല്ലുവിളി തന്നെയാണ്. ടേബിൾ ടോപ്പിൽ വെല്ലുവിളിയാണ്. അപ്പോൾ ഇതിൻ്റെ പൈലറ്റ് ഒരു പെൺകുട്ടി 1500 അവർ ഫ്ലൈ ചെയ്തതിനെ പറ്റിയാണ് ഒരുപാട് വാർത്ത വന്നിരിക്കുന്നത്. അത് സഹ പൈലറ്റാണ്, പതക് എന്ന് പറഞ്ഞ ആ കുട്ടി. ഇയാൾ 16,500 മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ടുള്ള ആളാണ്. സുമിത് കപൂറാണ് പൈലറ്റ് ക്യാപ്റ്റൻ. അദ്ദേഹത്തിൻ്റെ മാനേജ്മെന്റിലുള്ള ആളാണ് ഈ കമ്പനിയുടെ, എന്ന് പറഞ്ഞാൽ ഉടമകളിൽ ഒരാളാണ് എന്ന് പറയാം. അപ്പോൾ ഫുള്ളി സ്റ്റെബിലൈസ്ഡ് ആകണം വിമാനം ഫൈനൽ ലാൻഡിങ്ങിന് മുമ്പ്. എല്ലാം കറക്റ്റായിരിക്കണം. അതിൻ്റെ ലാൻഡിങ് ഗിയർ റിലീസ് ചെയ്യണം, ടയറെല്ലാം, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം.
അപ്പോ കാറ്റിൽ പെട്ടെന്ന് മാറ്റം വരിക, സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവുക, അങ്ങനെയാണെങ്കിൽ ഇത് അൺസ്റ്റേബിൾ ആവും, ലാൻഡിങ് മര്യാദയ്ക്ക് നടക്കുകയില്ല. അപ്പോൾ റൺവേയുടെ ആ പ്രവേശനത്തിൻ്റെ അടുത്ത്, ത്രഷോൾഡിൽ മതിലിൻ്റെ അടുത്ത് വെച്ചിട്ട് ആണിത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ധാരാളം വിമാനങ്ങൾ പറത്തിയിട്ടുള്ള പൈലറ്റുമാർ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അബ്നോർമൽ ആണ്, നോർമൽ അല്ല ഈ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ 2000 അടി മുകളിലാണിത്. ലാൻഡിങ്ങിന് അതിൻ്റെ ഈ മാനുവൽ വിഷ്വൽ രീതികൾ മാത്രമേ പൈലറ്റിന് സഹായമുള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാം നോക്കി കണ്ട് ചെയ്യേണ്ടതാണ്, സാങ്കേതികമായിട്ടൊന്നും സഹായങ്ങൾ ഇല്ല, നോക്കി കണ്ട് ചെയ്യുക എന്നുള്ളത് പറ്റുള്ളൂ. അപ്പോൾ ഈ വിമാനത്തിൻ്റെ കാര്യത്തിൽ അപ്രോച്ച് സ്പീഡ് ലിയർ ജെറ്റ് 45 എടുക്കാവുന്ന ഒരു സ്പീഡില്ലേ ലാൻഡിങ്ങിൻ്റെ സമയത്ത്, അത് ഇതിന് കൂടുതലായിരുന്നു എന്നാണ് വിദഗ്ധ പൈലറ്റുമാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആയിരുന്നു ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഈ വിമാനം. എന്ന് പറഞ്ഞാൽ ലാൻഡ് ചെയ്യാവുന്ന നിലയിലല്ല ഈ വിമാനം കാണപ്പെട്ടിട്ടുള്ളത്. 500 അടി മുകളിൽ ഈ വിമാനത്തിന് 183 നോട്ട്സ് ആണ് വേഗം കണ്ടിരിക്കുന്നത്, ഈ വിമാനത്തിൻ്റെ വേഗമായിട്ട് കണ്ടിരിക്കുന്നത്. അത് 106 മുതൽ 135 നോട്ട്സ് വരെ ആകാവൂ, 135 വരെ പരമാവധി. പക്ഷെ ഇത് 183 ആയിട്ടാണ് കാണുന്നത്. ഇത് ഇന്നത്തെ CCTV ദൃശ്യത്തിന് മുമ്പ് പൈലറ്റുമാർ പറഞ്ഞതാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് നിയന്ത്രണം വിട്ടല്ലോ സെനിജി. അതെ, നിയന്ത്രണം വിട്ടു കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് പൈലറ്റിന്റെ കയ്യിലല്ലല്ലോ. അല്ല, അതുകൊണ്ട് ആ സ്പീഡിൽ ഇത് വീഴുമ്പോൾ തോന്നുന്ന സ്പീഡായിരിക്കണം ഈ 183 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൺട്രോൾ വിട്ട ശേഷമുള്ള സ്പീഡ് എന്നുള്ളതാണ് ഈ 183 കാണുന്നത് എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ലിയർ ജെറ്റിന് പൊതുവെ ഈ വിമാനങ്ങൾക്ക് ലാൻഡിങ് ഗിയർ പ്രശ്നമുള്ളതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. 2022 2023 ഈ കൊല്ലം ജനുവരിയിൽ ഈ ലാൻഡിങ് ഗിയർ പ്രശ്നങ്ങൾ ഒരെണ്ണം ഇന്ത്യയിൽ തന്നെ മുംബൈയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ലിയർ ജെറ്റിന് 3 അപകടങ്ങൾ ഈ ലാൻഡിങ് ഗിയറിൻ്റെ പ്രശ്നം കാരണം ലിയർ ജെറ്റ് 45 ഈ തരം വിമാനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഈ ടേബിൾ ടോപ്പ് റൺവേയുടെ ടിപ്പിൽ തന്നെ ഉണ്ടായ അനുഭവങ്ങളും ഉണ്ട്. ഇതിന് ഒന്ന് അരിസോണയിൽ ഈ കൊല്ലം ഉണ്ടായിട്ടുണ്ട്. ലെഫ്റ്റ് ഗിയർ ഈ വേർപെട്ടുപോയി, വിമാനത്തിൻ്റെ ലാൻഡിങ് ഗിയർ വേർപെട്ടുപോയി. 2022 ന്യൂ ജേഴ്സിയിൽ വച്ചിട്ട് ഇതുപോലെ തന്നെ പ്രശ്നം ഉണ്ടായി. 2023 സെപ്റ്റംബർ 14 മുംബൈയിൽ വെച്ചിട്ട് വിമാനത്തിന് തീ പിടിച്ചു, ലിയർ ജെറ്റ്. പക്ഷെ അത് അണയ്ക്കാൻ കഴിഞ്ഞു. ഈ തീ കത്തിയിട്ട് നശിച്ചു പോകുന്നതിന് മുമ്പേയൊക്കെ അണയ്ക്കാനൊക്കെ പറ്റി. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഫ്യൂസലേജ് ഇല്ലേ, ഫ്യൂസലേജ് എന്ന് പറഞ്ഞാൽ നടുവിലത്തെ ഭാഗം, ചിറകും അല്ല ഫ്രണ്ടും അല്ലാതെ നടുവിലത്തെ ആ മനുഷ്യരൊക്കെ ഇരിക്കുന്ന ഫ്യൂസലേജിൻ്റെ ഭാഗം ഇടിച്ചത് കൊണ്ട് ആ വിമാനം കൊണ്ട് പിന്നെ ഗുണമില്ലാതായി. വിമാനം തകർന്നതിന് സമാനമായി തകർന്നു പോയി എന്ന് പറയാം, ഫ്യൂസലേജ് ഇടിച്ച് തകർന്നു പോയത് കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൈലറ്റുമാർ പറയുന്നത് ഈ ലാൻഡിങ്ങിന് ശ്രമിക്കാതെ ഒന്നുകൂടി ഒന്ന് ചുറ്റേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായവും പൈലറ്റുമാർ പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചുറ്റേണ്ടിയിരുന്നു എന്ന് പറയുന്നത് ലാൻഡിങ് ഗിയറിൻ്റെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് കണക്കാക്കാതെയാണ് വിദഗ്ധ പൈലറ്റുമാർ പറയുന്നത്. ലാൻഡിങ് ഗിയറിന് പ്രശ്നം തകരാറായിരുന്നെങ്കിൽ അങ്ങനെ ചുറ്റിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നോർമൽ കോഴ്സിൽ കാഴ്ച കാറ്റ്
ഇതൊക്കെ വെച്ചിട്ടാണ് ഈ വിസിബിലിറ്റി ഉണ്ടല്ലോ, കാണുന്നില്ല, അതെ, റൺവേ കാണുന്നില്ല. അതിനാണെങ്കിൽ വീണ്ടും ചുറ്റി സമയമൊക്കെ എടുത്തിട്ട് ശരി എന്ന് പറയാം. ലാൻഡ് ചെയ്യാൻ നന്നായിട്ട് ഇത് കാഴ്ചയില്ലാതെ ലാൻഡ് ചെയ്തു എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നും ചുറ്റണമായിരുന്നു. പക്ഷെ സാങ്കേതിക പ്രശ്നമായിരുന്നു, എൻജിൻ തകരാറ്, ലാൻഡിങ് ഗിയറിൻ്റെ പ്രശ്നം ആയിരുന്നെങ്കിൽ അതുകൊണ്ടും കാര്യമില്ല. ഇതിൻ്റെ ഇന്നത്തെ ആ ദൃശ്യവും കൂടി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് നേരത്തെ തീഗോളമായല്ലോ ഇടിക്കാതെ, അതുകൊണ്ട് എൻജിൻ തകരാറ് അല്ലെങ്കിൽ ലാൻഡിങ് ഗിയറിൻ്റെ തകരാറ്, കൂടുതലും എൻജിൻ തകരാറാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഈ വിമാനവും ഇങ്ങനെ കത്തി അമരുന്നു അല്ലെങ്കിൽ ഇടിക്കാതെ അമരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു നിഗൂഢത അതിനകത്ത് അവിടെ ഒളിച്ചിരിപ്പുണ്ട്. അപ്പം ഈ വിമാനത്തിന്റെ അപകടത്തിന് പിന്നിലും നിഗൂഢതയുണ്ടോ എന്ന് സാധാരണക്കാർ സംശയിച്ചാൽ തെറ്റു പറയാനും പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ല. കാരണം വിമാനങ്ങൾ പറത്തിയ വിദഗ്ധ പൈലറ്റുമാർക്ക് എക്സ്പീരിയൻസ് അനുഭവങ്ങളുള്ളവര് ഒക്കെ പറയുന്നതും കൂടി വെച്ചിട്ടാണ് ഇത് അബ്നോർമലാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ഈ പറഞ്ഞതുപോലെ പൈലറ്റിന്റെ കമ്മ്യൂണിക്കേഷനിൽ അവര് സാങ്കേതിക തകരാറ് മെൻഷൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല 7 മണിക്ക് എങ്ങനെയുണ്ട്, കാഴ്ച എങ്ങനെയുണ്ട്, റൺവേ കാണാമോ എന്ന് തുടങ്ങിയ ഡയലോഗുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മാത്രമല്ല 7 മണിക്ക് പോകേണ്ട വിമാനം 8 മണിക്ക് പോയി, അവിടെ 1 മണിക്കൂർ വൈകി. അപ്പൊ ചുരുക്കത്തിൽ കുറെ അധികം സംശയാസ്പദമായ കാര്യങ്ങൾ നിലനിൽക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അതുകൊണ്ട് ബ്ലാക്ക് ബോക്സ് ഒക്കെ കിട്ടി, ഇനി പഠിച്ച് അതിന്റെ സമയം എടുക്കും. വിമാനാപകടം ഉണ്ടായാൽ ഇതാണ് പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.